ഇറാനെതിരായ വെടിനിർത്തൽ അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6000 ടണ്ണിലേറെ ഈ പടക്കോപ്പുകളാണ് US ഇസ്രയേലിലേക്ക് എത്തിച്ചതെന്ന് സംയുക്ത മേധാവിമാരുടെ ചെയർപേഴ്സൺ അടക്കം പങ്കെടുത്ത യോഗത്തിലെ ബ്രീഫിംഗിൽ വ്യക്തമാക്കിയെന്നാണ് വിവരം. ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു. 2 ആഴ്ചയ്ക്ക് കപ്പലുകളിലും നിരവധി വിമാനങ്ങളിലുമായി 6500 ടൺ ആയുധങ്ങൾ എത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ദ ഇസ്രായേൽ ടൈംസും ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഇതുവരെയായി 1,15,600 ടൺ പടക്കോപ്പുകളാണ് അമേരിക്ക ഇസ്രയേലിൽ എത്തിച്ചത്. 403 എയർ ലിഫ്റ്റുകളും 10 സീ ലിഫ്റ്റുകളുമാണ് ഇതിനു വേണ്ടി വന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനിൽ ഇനി സ്വീകരിക്കേണ്ട സൈന്യ നടപടിയെ സംബന്ധിച്ച് തീരുമാനിക്കാൻ US സൈന്യം പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെറുതുമെന്നാൽ ശക്തവുമായ ആക്രമണം നടത്തുമെന്ന് അത് ചർച്ചയാക്കായി ഇറാനെ പ്രേരിപ്പിക്കാൻ പാകത്തിലുള്ളതുമായിരിക്കുമെന്നുമാണ് സെൻകോം പറയുന്നത്. ഇതല്ലാതെ ഹോർമൂസിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് കപ്പൽ ഗതാഗതം നിയന്ത്രണത്തിലാക്കാൻ ട്രംപ് പദ്ധതിയിടുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ അത്തരമൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അമേരിക്ക കരയുദ്ധത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും അത് പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കുമെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈക്കലാക്കുകയാണ് മൂന്നാമത്തെ വഴിയെന്നാണ് അമേരിക്കൻ സൈന്യം വിലയിരുത്തുന്നത്. അതിന് എന്ത് നടപടി സ്വീകരിക്കുമെന്നും ഇറാനെ കൊണ്ട് തന്നെ കൈമാറ്റം സാധ്യമാണോ അതോ മറ്റു മാർഗങ്ങൾ തേടണോ എന്നതടക്കം ചർച്ച നടക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഏകപക്ഷീയമായി ആരംഭിച്ച ഇറാൻ യുദ്ധം 60 ദിവസം കഴിഞ്ഞും തുടരുകയാണ്. ഇറാനുമായി തങ്ങൾ യുദ്ധത്തിലില്ല എന്നായിരുന്നു അമേരിക്കയുടെ ഒടുവിലത്തെ നിലപാട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന പേരിൽ US നടത്തുന്ന ചർച്ചകളിൽ ലവലേശം ഇറാന് വിശ്വാസമില്ല. മുമ്പത്തേതുപോലെ ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ ആക്രമണം നടത്താൻ അമേരിക്ക മടിക്കില്ലെന്നും അമേരിക്കയെ ഒരു തരിമ്പ് പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇറാൻ പരസ്യമായി പ്രസ്താവന പറഞ്ഞിരുന്നു. 2 വട്ടമാണ് സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ അമേരിക്ക ഇറാനെ ആക്രമിച്ചതെന്നാണ് ഇതിന് കാരണം. ഇനിയൊരു ആക്രമണത്തിന് US-ഉം ഇസ്രായേലും തുനിഞ്ഞാൽ തീർത്തുകളയുമെന്നാണ് പുതിയ സൈനിക നീക്കങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം. ചർച്ചകൾക്ക് വഴങ്ങാതെ നിൽക്കുന്ന ഇറാനെ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ ഹോർമൂസിലെ ഉപരോധം പിൻവലിക്കില്ലെന്നും ട്രംപ് പറയുന്നു. എന്നാൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ US-ന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. ഹോർമൂസിലെ ഉപരോധം നീളുകയും ഇറാൻ ചർച്ചയ്ക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസിലെ US ഉപരോധം ഫലപ്രദമാണെന്നും US നടപടികൾ ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കുമെന്നും ട്രംപ് പറയുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഹോർമൂസിന്റെ നിയന്ത്രണം ആർക്കും വിട്ടു നൽകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമനേയി വ്യക്തമാക്കി. വീണ്ടും യുദ്ധത്തിന് തുനിഞ്ഞാൽ കനത്ത പ്രഹരം നൽകുമെന്ന് IRGC-യും പ്രതികരിച്ചു. ഇറാനുമായുള്ള യുദ്ധം ഇതിനോടകം തന്നെ അവസാനിച്ചെന്നും അതിനാൽ സൈനിക നടപടി തുടരാൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ല എന്നും ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. 60 ദിവസത്തിലധികം നീളുന്ന സൈനിക നടപടികൾക്ക് US കോൺഗ്രസിന്റെ ഔദ്യോഗിക അനുമതി ആവശ്യമാണ്. സൈനിക നടപടി തുടരാൻ അനുമതി തേടണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കെ ഇത് ഒഴിവാക്കാനാണ് വൈറ്റ് ഹൌസിന്റെ നിലപാടെന്നാണ് സൂചന. അതിനിടെ വെടിനിർത്തൽ നിലനിൽക്കെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു.